RPU 3.8 സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ETDS റിട്ടേൺ തയ്യാറാക്കുന്നത് എങ്ങനെയെന്നാണ് നാം ഇവിടെ കാണുന്നത്. ആദ്യമായി കമ്പ്യൂട്ടറിലെ C ഡ്രൈവ് തുറന്ന് അതിൽ നേരത്തെ പേസ്റ്റ് ചെയ്ത RPU 3.8 എന്ന ഫോൾഡർ തുറക്കുന്നു. അതിൽ RPU എന്ന ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ RPU തുറന്നു കഴിഞ്ഞു. ഇതിൽ ഫോം നമ്പർ സെലക്ട് ചെയ്യുന്നു. 24Q ആണ് വേണ്ടത്. ക്ലിക്ക് ടു കണ്ടിന്യൂ. ഇപ്പോൾ നമുക്ക് RPUവിൻ്റെ പേജുകൾ തുറന്നു കിട്ടിക്കഴിഞ്ഞു. ഇതിൽ ആദ്യം നമ്മൾ ഫിനാൻഷ്യൽ ഇയർ ചേർക്കുന്നു. 2014 ജനുവരി മാസം മുതൽ മാർച്ച് മാസം വരെയുള്ള 3 മാസത്തെ, അതായത് Q4ലെ കണക്കാണ് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത്. ഇതിൽ ജനുവരി മാസം ട്രഷറിയിൽ അടച്ചിരിക്കുന്ന ടാക്സ് ഡിസംബർ മാസത്തെ ശമ്പളത്തിലേതാണ്. അപ്പോൾ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലെ ശമ്പളത്തിൽ നിന്നും കുറച്ച ടാക്സിന്റെ കണക്കാണ് നമ്മൾ Q4ൽ തയ്യാറാക്കുന്നത്. ഇനി നമ്മൾ ഫിനാൻഷ്യൽ ഇയർ 2013-14. അപ്പോൾ പ്ലീസ് സെലക്ട് ക്വാർട്ടർ എന്നതിലെടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ക്വാർട്ടർ സെലക്ട് ചെയ്യുന്നു. Q4. ടൈപ്പ് ഓഫ് ഡിഡക്റ്റർ സ്റ്റേറ്റ് ഗവൺമെൻറ്. ട്രഷറിയിൽ നിന്ന് ടാക്സ് അടയ്ക്കുന്നവർ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് നൽകാം. ഇവിടെ ടാൻ നമ്പർ നൽകുന്നു. ടാൻ നമ്പർ, പാൻ നോട്ട് REQD എന്ന് നൽകുന്നു. നെയിം, സ്ഥാപനത്തിൻ്റെ പേര്, സ്റ്റേറ്റ്, ഫ്ലാറ്റ് നമ്പർ, ബിൽഡിംഗ് നമ്പർ നൽകാം. നെയിം ഓഫ് പ്രമിസസ് ബിൽഡിംഗ്, സ്ഥാപനത്തിൻ്റെ പേര് തന്നെ ചേർക്കുകയാണ്. ഏരിയ, ഡിസ്ട്രിക്റ്റ്, റോഡ്, സ്റ്റേറ്റ്, പിൻകോഡ്, ഇമെയിൽ, സ്ഥാപനത്തിൻ്റെതോ അല്ലെങ്കിൽ പേഴ്സൺ റെസ്പോൺസിബിൾ ടു ഡിഡക്ട് ടാക്സ്, ഇവരിൽ ആരുടെയെങ്കിലും ഒരിടത്ത് ഇമെയിൽ നിർബന്ധമായിട്ടും നൽകേണ്ടതായിട്ടുണ്ട്. ഇവിടെ അഡ്രസ് ചേഞ്ച് ചെയ്തോ എന്ന് ചോദിക്കുന്നിടത്ത് ഇല്ല എന്ന് കൊടുക്കുന്നു. നോ. ടെലിഫോൺ നമ്പർ നൽകാം. ഇനി പർട്ടിക്കുലേഴ്സ് ഓഫ് പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ റിഡക്ഷൻ ഓഫ് ടാക്സ്. ഇവിടെ DDOയുടെ വിവരങ്ങളാണ് ചേർക്കുന്നത്. പേര് ചേർക്കുന്നു. ഏരിയ, ഇനി ഡെസിഗ്നേഷൻ. ഇനി മറ്റു വിവരങ്ങൾ മുകളിലുള്ള കള്ളികളിൽ നിന്നും കോപ്പി ചെയ്ത് താഴെ പേസ്റ്റ് ചെയ്യുന്നു. അതേ വിവരങ്ങൾ തന്നെയാണ് വേണ്ടത്. ഇമെയിൽ മുകളിൽ കൊടുക്കാത്തത് കൊണ്ട് ഇവിടെ ഇമെയിൽ കൊടുക്കുകയാണ്.
ഹാസ് അഡ്രസ് ചേഞ്ച്ഡ് സിൻസ് ലാസ്റ്റ് റിട്ടേൺ എന്നിടത്ത് നോ കൊടുക്കുന്നു. മൊബൈൽ നമ്പർ, ഹാസ് റെഗുലർ സ്റ്റേറ്റ്മെന്റ് ഫോർ ഫോം 24Q ഫയൽഡ് ഫോർ ഏർലിയർ പീരിയഡ്. യെസ്, നേരത്തെ കൊടുത്ത Q3യുടെ വിവരങ്ങൾ ഇവിടെ കൊടുക്കുന്നു. Q3യുടെ പ്രൊവിഷണൽ റെസീറ്റ് നമ്പർ ആണ് ഇവിടെ നൽകുന്നത്. ഇത്രയും വിവരങ്ങൾ ചേർത്ത് കഴിയുന്നതോടുകൂടെ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ചലാൻ ഫോമാണ് പൂരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. 3 തവണയാണ് ടാക്സ് അടച്ചിരിക്കുന്നത്, 3 മാസങ്ങളിലാണ്. അതുകൊണ്ട് 3 വരികൾ ഇൻസേർട്ട് ചെയ്യുന്നു. ഒന്നാമത്തെ മാസം ഒരാളിൽ നിന്നും 2000 രൂപ കുറച്ചു എന്നിരിക്കട്ടെ. രണ്ടാമത്തെ മാസം 2 പേരിൽ നിന്നായിട്ട് 3000 രൂപ കുറച്ചു. മൂന്നാമത്തെ മാസം ഒരാളിൽ നിന്നും 2 പേരിൽ നിന്നും 2845 രൂപ ആകെ കുറച്ചു മൂന്നാമത്തെ മാസം. സർചാർജ് തുടങ്ങിയ കോളങ്ങളിലൊക്കെ 0 ചേർക്കാം. ഇനി ചേർക്കേണ്ടത് ബിൻ നമ്പർ ആണ്. 24G റെസീറ്റ് നമ്പർ, ഡേറ്റ് ഓൺ വിച്ച് ടാക്സ് ഡെപ്പോസിറ്റഡ്, DDO സീരിയൽ നമ്പർ. ഇവ 3ഉം ബിൻ നമ്പറിനോട് കൂടെ ഉള്ളതാണ്. ഈ ബിൻ നമ്പർ നമ്മൾക്ക് NSDLന്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ തൊട്ട് താഴെ കാണുന്ന പ്രൈമറി HM എന്ന ബ്ലോഗിൽ നിന്നും അതിൻ്റെ ലിങ്ക് ഉണ്ട്. അതിൽ നിന്നും ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ബിൻ നമ്പർ ചേർക്കുകയാണ്. 3 മാസത്തെ, ഒന്നാമത്തെ മാസത്തെ ജനുവരി മാസത്തെ ബിൻ നമ്പർ, ഫെബ്രുവരി മാസത്തേത്, മാർച്ച് മാസത്തേത്, മൂന്നാമത്തെ മാസത്തേത്. തീയതി ചേർക്കുകയാണ്. ഒന്നാമത്തെ മാസം ജനുവരി മാസത്തെ ബിൻ നമ്പറിന്റെ കൂടെ ഉണ്ടാവുക 31/1/2014 എന്നാണ്. ജനുവരി മാസത്തിൽ ട്രഷറിയിൽ ലഭിച്ച ടാക്സ് ആ അവസാനത്തെ ദിവസത്തെ കണക്ക് പ്രകാരമാണ് 24G ഫോമിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് ആ മാസത്തെ അവസാനത്തെ ദിവസമാണ് ഇവിടെ ഉണ്ടാവുക, ബിൻ നമ്പറിൽ ഉണ്ടാവുക 31/1/2014. അതേപോലെ തന്നെ ഫെബ്രുവരി മാസത്തേത് 28/2/2014, മാർച്ച് മാസത്തേത് 31/3/2014. ഇനി DDO ട്രാൻസ്ഫർ വൗച്ചർ നമ്പർ, ചലാൻ സീരിയൽ നമ്പർ എന്നിടത്ത് DDO സീരിയൽ നമ്പർ, ഇത് ബിൻ നമ്പറോട് കൂടെ ഉണ്ടാവും. ബുക്ക് എൻട്രി വഴിയാണോ എന്ന് ചോദിക്കുന്നിടത്ത് യെസ് കൊടുക്കണം. ഇൻട്രസ്റ്റ് 0. ഇത്രയും കാര്യങ്ങൾ പൂരിപ്പിക്കുന്നതോടുകൂടി ചലാൻ പൂരിപ്പിച്ചു കഴിഞ്ഞു. ഇനി അനക്ഷർ ഫോമാണ് പൂരിപ്പിക്കേണ്ടത്. ഇതിൽ വേണ്ടത്ര വരികൾ ഇൻസേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ജനുവരി മാസത്തിൽ, അതായത് ഡിസംബർ മാസത്തെ ശമ്പളത്തിൽ ഒരാളിൽ നിന്നും ടാക്സ് പിടിച്ചതായിട്ടും മറ്റ് 2 മാസങ്ങളിലും 2 പേരിൽ നിന്നും ടാക്സ് പിടിച്ചതായിട്ടും കരുതാം. അപ്പോൾ ആകെ 5 ലൈനുകളാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി ചലാൻ സീരിയൽ നമ്പർ, ഓരോ ചലാനിനും ഇവിടെ വരികളിൽ ചേർക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ ചലാനിൽ നമ്മൾ ഒരാളിൽ നിന്നാണ് ടാക്സ് കുറച്ചിരിക്കുന്നത്. അപ്പോൾ 1 എന്നത് ഒരു തവണ 1 കൊടുക്കുന്നു. രണ്ടാമത്തെ ചലാനിൽ, രണ്ടാമത്തെ മാസം നമ്മൾ 2 പേരിൽ നിന്നും ടാക്സ് കുറച്ചിരിക്കുന്നത് കൊണ്ട് 2 വരികൾ ആവശ്യമാണ്. അപ്പോൾ 2 എന്ന 2 വരികൾ ഇൻസേർട്ട് ചെയ്യുന്നു.
മൂന്നാമത്തേതിൽ നിന്ന് നമ്മൾ 2 പേരുടെ ടാക്സ് കുറച്ചിരിക്കുന്നു. അതുകൊണ്ട് 3 എന്ന പേരിൽ 2 വരികളും ആവശ്യമുണ്ട്. ഇനി സെക്ഷൻ കൊടുക്കണം 92A. തുടർന്ന് സീരിയൽ നമ്പർ. ഇത് ഒന്നാമത്തെ ചലാൻ നമ്മൾ ഒരു ലൈന് മാത്രമേ ഇൻസേർട്ട് ചെയ്തുള്ളൂ, അതുകൊണ്ട് സീരിയൽ നമ്പർ 1 മാത്രമേ ഉള്ളൂ. രണ്ടാമത്തേൽ നമ്മൾ 1, 2 എന്നിങ്ങനെ 2 ലൈനുകൾ രണ്ടാമത്തെ ചലാനിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ചലാനിൽ നമ്മൾ 1, 2 എന്നിങ്ങനെ 2 വരികൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ ചലാനിലും നമ്മൾ ടാക്സ് കുറച്ച ആളുകളുടെ വിവരങ്ങളാണ് ചേർക്കുന്നത്. അവരുടെ പെൻ നമ്പർ ആദ്യം ചേർക്കാം. പെൻ നമ്പർ സാങ്കല്പികമാണ്. ഇനി രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ആളുടെ പെൻ നമ്പറാണ് ചേർക്കുന്നത്. പാൻ നമ്പർ ചേർത്താം. രണ്ടാമത്തെ ചലാനിലെ ആദ്യത്തെ ആൾ ഇദ്ദേഹം തന്നെ. രണ്ടാമത്തെ ചലാനിലെ രണ്ടാമത്തെ ആളുടെ പാൻ നമ്പർ. ഇനി ടാക്സ് ഡേറ്റ് ഓഫ് ഡിഡക്ഷൻ. ഒന്നാമത്തെ ചലാൻ്റെത് ജനുവരി മാസത്തെ അവസാനത്തെ ദിവസമാണ് ചേർക്കുന്നത്. ഇനി രണ്ടാമത്തെ മാസം 2 പേരുണ്ട്, അപ്പോൾ 2 തവണ 28/2/2014. ഇനി മൂന്നാമത്തെ മാസത്തെ വിവരങ്ങൾ. അതുകൊണ്ട് ആ മാസത്തെ അവസാനത്തെ ദിവസം. എമൗണ്ട് പെയ്ഡ്. ഇനി ആ മാസം അവരുടെ ശമ്പളം, ഓരോരുത്തരുടെയും ശമ്പളം ചേർക്കുകയാണ്. ആ മാസത്തെ ഗ്രോസ് സാലറി. TDS. ഒന്നാമത്തെ മാസം 2000 രൂപയാണ് കുറച്ചിരിക്കുന്നത്. ആകെ കുറച്ചത് ഒരാളിൽ നിന്നും ആകെ 2000 രൂപയാണ് കുറച്ചിരിക്കുന്നത്. രണ്ടാമത്തെ മാസം ആകെ 3000 കുറച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ആളിൽ നിന്നും 2000-ഉം രണ്ടാമത്തെ ആളിൽ നിന്നും 1000-ഉം കൂടി ആകെ 3000 കുറച്ചിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ മാസത്തേത് ഒന്നാമത്തെ ആളിൽ നിന്ന് 1970-ഉം രണ്ടാമത്തെ ആളിൽ നിന്ന് 875-ഉമാണ് കുറച്ചിരിക്കുന്നത്. ടോട്ടൽ ടാക്സ് ഡിപ്പോസിറ്റഡ്. ടോട്ടൽ ടാക്സ് ഡിഡക്റ്റഡ് തന്നെ ടോട്ടൽ ടാക്സ് ഡിപ്പോസിറ്റഡ് ആയിട്ട് വരും. ഇനി ഡേറ്റ് ഓഫ് ഡിഡക്ഷൻ. അതും നമ്മൾ നേരത്തെ ചേർത്തിയ
ഈ രണ്ട് കോളങ്ങളിലൊന്നും ചേർക്കേണ്ടതില്ല. ഇനി അനക്ഷർ 2 ആണ് പൂരിപ്പിക്കുന്നത്. അനക്ഷർ 2ൽ നമ്മൾ 2 പേരുടെ പേരിൽ നിന്നാണ് ടാക്സ് കുറച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ 2 വരികൾ ആവശ്യമായിട്ട് വരും. അവരുടെ പാനും നെയിമും ചേർക്കാൻ നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കാം. ടൈപ്പ് ഓഫ് ഡിഡക്ടർ രണ്ടുപേരും പുരുഷന്മാരായതുകൊണ്ട് അതേഴ്സ് ചേർത്തു. ഇനി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഫോം 16 നോക്കി നമുക്ക് പിന്നെ അവരുടെ ടാക്സ് വിവരങ്ങൾ ചേർത്താവുന്നതാണ്. അതിനിടയിൽ ഡേറ്റ് ഫ്രം വിച്ച് എംപ്ലോയിഡ് വിത്ത് കറന്റ് എംപ്ലോയർ. ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ 1-ാം തീയതി മുതൽ ജോലിയിലുണ്ട്. 31/3/2014 വരെ ജോലിയിൽ തുടരുകയും ചെയ്യുന്നു. ഇത് തന്നെ അടുത്ത ആളുടെയും സ്ഥിതി ഇത് തന്നെ, അതുകൊണ്ട് അത് തന്നെ ചേർക്കുന്നു. ഇനി ഒന്നാമത്തെ ആളുടെ ആകെ ശമ്പളം ചേർത്തുകയാണ്. അതിൽ പ്രൊഫഷണൽ ടാക്സ് സ്റ്റേറ്റ്മെന്റിൽ പ്രൊഫഷണൽ ടാക്സ് കുറയ്ക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സംഖ്യയാണ് ഇവിടെ ചേർത്തേണ്ടത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മറ്റൊരിടത്ത് ജോലി ചെയ്തിട്ടില്ല, മറ്റൊരിടത്തുനിന്നും ശമ്പളം വാങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് 0 ചേർത്തുന്നു. എന്റർടൈൻമെന്റ് അലവൻസ് ആണ് ഇവിടെ ചേർത്തേണ്ടത്, ഇല്ലാത്തതുകൊണ്ട് 0 ചേർത്തുന്നു. പ്രൊഫഷണൽ ടാക്സ് 2500. ഇനി ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് ആണ് ഈ കോളത്തിൽ ചേർത്താനുള്ളത്. അവിടെ മൈനസ് ചിഹ്നം ചേർത്ത് ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് ആയ 28 സംഖ്യ ചേർത്തുന്നു. ATC പ്രകാരമുള്ള ഡിഡക്ഷൻ, ATC, ATCCC, ATCCD മുതലായ പ്രകാരമുള്ള ആകെ ഡിഡക്ഷൻസ് ആണ് ഇവിടെ ചേർത്തേണ്ടത്. 72,610 ചേർത്തി. ഇനി ചാപ്റ്റർ 6 പ്രകാരമുള്ള മറ്റ് ഡിഡക്ഷൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ 20ാമത്തെ കോളത്തിൽ ചേർത്താം. ഇനി ആകെ ടാക്സ് റിബേറ്റ് കുറച്ചതിന് ശേഷമുള്ള 2000 വരെയുള്ള റിബേറ്റ് കുറച്ചതിന് ശേഷമുള്ള ടാക്സ് ആണ് നമ്മളിവിടെ ചേർത്തുന്നത്. സെസ് ചേർത്തുന്നു. റിലീഫ് ഇല്ല. ആകെ ഈ DDO ആകെ കുറച്ച TDS എത്രയാണെന്ന് ഇവിടെ ചേർത്തുന്നു. 12,395 അടയ്ക്കേണ്ടിയിരുന്നത്. 12,395 എല്ലാ ക്വാർട്ടറുകളിലും കൂടി കുറച്ചു കഴിഞ്ഞു. മറ്റൊരിടത്തും ടാക്സ് കുറച്ചിട്ടില്ലാത്തതുകൊണ്ട് 0 ചേർത്തി. ഇനി ഹയർ റേറ്റിൽ ടാക്സ് കുറച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നിടത്ത് നോ സെലക്ട് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ആളെക്കുറിച്ചുള്ള വിവരങ്ങൾ. പ്രൊഫഷണൽ ടാക്സ് കുറയ്ക്കുന്നതിന് മുമ്പുള്ള ടാക്സ് ചേർത്തി കഴിഞ്ഞു. പ്രൊഫഷണൽ ടാക്സ് 2500. ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് മൈനസ് ചിഹ്നം ചേർത്ത് ഇനി ATC പ്രകാരമുള്ള ഡിഡക്ഷൻസ് ആകെ ടോട്ടൽ ടാക്സ് പറയുമ്പോൾ എത്രയെന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഇവിടെ അത് പ്രകാരമുള്ള ടാക്സ് സെസ് ആകെ TDS കുറച്ചിരിക്കുന്നത് ഇവിടെ നോ കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങൾ പൂരിപ്പിക്കുന്നതോടുകൂടി ഡാറ്റ എൻട്രി പൂർത്തിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഫയൽ സേവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. താഴെയുള്ള സേവ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി എവിടെയാണ് ഈ ഫോൾഡർ സേവ് ചെയ്യപ്പെടേണ്ടത് എന്ന് പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കേണ്ടതുണ്ട്. അത് C ഡ്രൈവിൽ 3.8
എന്ന ഫോൾഡറിനകത്താണ് ന്യൂ ഫോൾഡർ ഉണ്ടാക്കുന്നത്. ഈ ഫോൾഡറിന് നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് ചേർക്കുന്നു. ക്വാർട്ടർ 24Q ക്വാർട്ടർ 4Q 2013-14. ഈ ഫോൾഡർ നമ്മൾ ഓപ്പൺ ചെയ്യാണ്. അതിൽ സേവ് ചെയ്യുന്ന ഫയലിന് നമ്മൾ 24Q 2013-14 എന്ന് പേര് നൽകുന്നു. സേവ് ചെയ്യുന്നു. ഫയൽ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് വന്നു കഴിഞ്ഞു. ഓക്കെ ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ഫയൽ വാലിഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായി ക്രിയേറ്റ് ഫയൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ 3 ബ്രൗസർ ഏറ്റവും താഴെയുള്ള ബ്രൗസർ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. വരുന്ന ബോക്സിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി വാലിഡേറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഫയൽ വാലിഡേഷൻ സക്സസ്ഫുൾ എന്ന മെസ്സേജ് വന്നു കഴിഞ്ഞു. ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇതോടുകൂടി നമ്മുടെ ജോലി പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഈ ഫയൽ നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. ക്ലോസ് ചെയ്തു. പിന്നെ ഡു യു വിഷ് ടു സേവ് ഡാറ്റ ബിഫോർ എക്സിസ്റ്റിംഗ് ദ ആപ്ലിക്കേഷൻ എന്ന് ചോദിക്കുന്നിടത്ത് യെസ് ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ആ ഫയൽ ഏറ്റവും മുകളിലായിട്ട് കാണാം. ഈ ഫയൽ, ആ ഫയൽ ക്ലിക്ക് ചെയ്യുന്നു. താഴെ സേവ്. ഡു യു വാണ്ട് ടു റീപ്ലേസ് ഇറ്റ്? നമ്മൾ പുതുതായി കൂട്ടിച്ചേർത്ത വിവരങ്ങൾ ഉൾപ്പെട്ട് ആ ഫയൽ മാറ്റപ്പെടുകയാണ്. യെസ്. ഫയൽ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ഫോൾഡറിലെത്തി. ഇതിൽ ഈ ഫോൾഡറാണ് നമ്മൾ നേരത്തെ പുതുതായി ഉണ്ടാക്കിയിരിക്കുന്ന ഫോൾഡർ. ഇത് ക്ലിക്ക് ചെയ്യാം. ഇതിൽ FEU ഫയലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. ഇതിലെ 27A എന്ന ഫോം നമ്മൾ പ്രിന്റ് എടുത്ത് നൽകേണ്ടതായിട്ടുണ്ട്. ഈ 27A ഫോമാണ് നമ്മൾ ഈ ഫോൾഡറിനോട് കൂടി നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഈ ഫോൾഡർ ഒന്നിച്ച് കോപ്പി ചെയ്ത് NSDL ടിൻ ഫെസിലിറ്റേഴ്സ് സെന്ററിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിനായി നൽകാം. അതുമല്ലെങ്കിൽ ഇതിലുള്ള FEU ഫയൽ മാത്രം കോപ്പി ചെയ്ത് നൽകുകയും ആവാം. അതോടൊപ്പം ഈ PDF 27A എന്ന PDF ഫയൽ നമ്മൾ പ്രിന്റ് എടുത്ത് ഒപ്പിട്ട ശേഷം FEU ഫയലിന്റെ കൂടെ കൊടുക്കേണ്ടതായിട്ടുമുണ്ട്. ഇതോടുകൂടി ഈ പ്രവൃത്തി പൂർത്തിയായി കഴിഞ്ഞു. താങ്ക് യു.